ലോഗോസ് ക്രാഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ ആമുഖ ഭാഗത്തിൻ്റെയും 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ ഫുട് നോട്ടിൻ്റെയും ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. അവസാനത്തെ ന്യായാധിപൻ ആര്? സാമുവൽ. സാവോളിനെയും ദാവീദിനെയും രാജാവായി അഭിഷേകം ചെയ്തത് ആരാണ്? സാമുവൽ. സാവോൾ തിരസ്കൃതനായത് എന്തുകൊണ്ട്? ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട്. ആരുമായുള്ള യുദ്ധത്തിലാണ് സാവോളിന് മുറിവേറ്റത്? ഫെലിസ്ത്യർ. ദാവീദ് പരസ്യമായി അഭിഷിക്തനായത് എവിടെ വെച്ച്? ഹെബ്രോൺ. രാജാവായ സാവോൾ അറിയാതെ ആരെയാണ് സാമുവൽ രാജാവായി വാഴിച്ചത്? ദാവീദിനെ. ദാവീദിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ്? സാവൂളിന്റെ പുത്രൻ ഇഷ്ബാലും അബ്ഷലോമും. ദാവീദ് കർത്താവിന് ആലയം പണിയാൻ ആഗ്രഹിച്ചത് എപ്പോഴാണ്? ഇസ്രായേലിന് ഐശ്വര്യം വന്നപ്പോൾ. ദാവീദ് രാജാവായി ഭരിച്ചത് എത്ര വർഷം? 40. ദാവീദ് ഹെബ്രോൺ ആസ്ഥാനമായി എത്ര വർഷം ഭരിച്ചു? 8 വർഷം. ദാവീദിനെ കർത്താവിന്റെ ആലയം പണിയുന്നതിൽ നിന്ന് ദൈവം വിലക്കിയത് ഏത് പ്രവാചകൻ വഴിയാണ്? നാഥാൻ. ദാവീദിന്റെ ഭരണകാലം ഏതാണ്? BC 1010 മുതൽ 970 വരെ. ദാവീദിന്റെ സിംഹാസനം എന്നേൽക്കും നിലനിൽക്കും എന്ന വാഗ്ദാനം ഏത് പ്രവാചകൻ വഴിയാണ് കർത്താവ് നൽകിയത്? നാഥാൻ. സോളമന്റെ മാതാവ് ആര്? ബത്ശബ. ബത്ശബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതിയെ വിമർശിച്ച പ്രവാചകൻ ആര്? നാഥാൻ. ബത്ശബയെ സ്വന്തമാക്കാൻ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചു. ഇതിനെക്കുറിച്ചുള്ള സങ്കീർത്തന ഭാഗം ഏത്? സങ്കീർത്തനം 51. സാമുവലിന്റെ ബാല്യകാലം വിവരിക്കുന്ന അധ്യായങ്ങൾ ഏതാണ്? 1 മുതൽ 3 വരെ. 1 സാമുവൽ 4:3. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. ഈ വാക്യത്തിന് സമാനമായ സംഖ്യാപുസ്തകത്തിലെ വാക്യം ഏത്? സംഖ്യ 10:35. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. 1 സാമുവൽ 4:4. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. ഈ വാക്യത്തിന് സമാനമായ പുറപ്പാട് പുസ്തകത്തിലെ വാക്യം ഏത്? പുറപ്പാട് 25:22. അവിടെ വച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. ഇക്കാബോദ് എന്ന പേരിന് എന്താണ് അർത്ഥം? മഹത്വമില്ല. 1 സാമുവൽ 6:6. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിയരെ അനുവദിച്ചതും അവർ പോയതും? ഇതിന് സമാനമായ പുറപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങൾ ഏതല്ല? പുറപ്പാട് 8:28. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. പുറപ്പാട് 9:7. ഫറവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ
ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു. അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. 1 സാമുവൽ 6:6. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേല്യരെ അനുവദിച്ചതും അവർ പോയതും? ഇതിന് സമാനമായി പുറപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം ഏതാണ്? പുറപ്പാട് 8:28. 1 സാമുവൽ 6:19. കർത്താവിൻ്റെ പേടകം ഇറക്കിവെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബത്ഷെമെഷുകാരനായ ജോഷ്വയുടെ വയലിൽ ഉണ്ട്. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബത്ഷെമെഷുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു. ഈ വാക്യത്തിന് സമാനമായ സംഖ്യ പുസ്തകത്തിലെ വാക്യം ഏത്? സംഖ്യ 4:20. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്, നോക്കിയാൽ അവർ മരിക്കും. സങ്കീർത്തനം 76:7. അങ്ങ് ഭീതിതനാണ്. അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും? ഇതിന് സമാനമായ സാമുവലിൻ്റെ 1 പുസ്തകത്തിലെ വാക്യം ഏത്? 1 സാമുവൽ 6:20. ബത്ഷെമെഷിലെ ആളുകൾ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും? 1 സാമുവൽ 7:4. അങ്ങനെ ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ന്യായാധിപന്മാർ 10:16. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. 1 സാമുവൽ 7:10 സമാനമായ ഭാഗങ്ങൾ കാണുന്ന പഴയ നിയമ പുസ്തകങ്ങൾ ഏതൊക്കെ? പുറപ്പാട്, ജോഷുവ. 1 സാമുവൽ 7:10. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഈ വാക്യത്തിന് സമാനമായ ജോഷ്വയുടെ പുസ്തകത്തിലെ വാക്യം ഏത്? ജോഷ്വ 10:10. ഇസ്രായേലിൻ്റെ മുമ്പിൽ അമോര്യർ ഭയവിഹ്വലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബയോനിൽ വച്ച് അവരെ വകവരുത്തി. ബത്ഹോറോൻ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേദായിലും വച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. 1 സാമുവൽ 7:10 സമാനമായ പുറപ്പാട് പുസ്തകത്തിലെ ഭാഗം ഏത്? പുറപ്പാട് 14:24. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. എബ്നേസർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? സഹായശില. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർഡ് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.